നേരെ ആറന്മുളയിലേക്കാണ് പോകുന്നത്. വിശ്വപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാകുകയാണ്. വഞ്ചിപ്പാട്ടിന്റെ ഈരടികളാൽ ഇനിയുള്ള ദിനങ്ങൾ ക്ഷേത്ര പരിസരവും പമ്പാ തീരവും ഭക്തിസാന്ദ്രമാകും. പള്ളിയോള സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി അല്പസമയത്തിനകം ദേവസ്വം മന്ത്രി കെ മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യ അതിഥിയാകും. പള്ളിയോടങ്ങൾ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ദിവസം 10 പള്ളിയോടങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ വള്ളസദ്യയ്ക്കായി എത്തിയിരിക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മിഥുൻ, അങ്ങനെ ചരിത്രപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടക്കുന്ന വള്ളസദ്യ, ഏതാണ്ട് 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയ്ക്ക് തുടക്കമാവുകയാണല്ലോ. ഇപ്പോൾ പള്ളിയോടങ്ങൾ തുഴഞ്ഞെത്തുന്ന ആ ദൃശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ക്ഷേത്ര സന്നിധിയിലേക്ക് പള്ളിയോട കരകൾ എത്തിയോ? എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? ഉദ്ഘാടനം എപ്പോഴാണ് നടക്കുക? ഗൗതം, ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. അല്പസമയം മുൻപ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഈ ആറന്മുള വള്ളസദ്യയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിശിഷ്ട സാന്നിധ്യത്തിലായിരുന്നു കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ വിവിധ കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയം മുൻപ് ക്ഷേത്രം മേൽശാന്തി, ക്ഷേത്രം ശ്രീകോവിലെ കടാവിളക്കിൽ നിന്നും ദീപം പള്ളിയോട കര നേതൃത്വങ്ങൾക്ക് കൈമാറി. തുടർന്ന് ആനക്കൊട്ടിലിൽ തയ്യാറാക്കി വെച്ചിരുന്ന വിഭവങ്ങൾ ഇലയിലേക്ക് വിളമ്പി ദീപം പകർന്നു. അതിനുശേഷം ഇപ്പോൾ സദ്യാലയങ്ങളിൽ ലോകപ്രശസ്തമായിട്ടുള്ള വിശ്വപ്രശസ്തമായിട്ടുള്ള ആറന്മുള സദ്യ വിളമ്പി തുടങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ സദ്യാലയങ്ങൾ ഇനി 56 ദിവസം നീണ്ടു നിൽക്കുന്ന ആറന്മുള സദ്യയാൽ നിറയും. സദ്യ വിഭവങ്ങൾ വിളമ്പി തുടങ്ങും. ഇപ്പോൾ ഓരോ കരകളിൽ നിന്നും അവസാന 10 കരകളാണ് ഇന്ന് പള്ളിയോട സദ്യയിൽ പങ്കെടുക്കുന്നത്. വഴിപാടുകൾ ഉള്ളത് 10 കരകൾക്കാണ്. 10 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ, വഞ്ചിപ്പാട്ടിൻ്റെ ആവേശത്തിൽ ഓരോ പള്ളിയോടക്കരകളെയും വഴിപാടുകാർ ക്ഷേത്രക്കടവിലെത്തി സ്വീകരിച്ചാനയിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുകയാണ്. ഏതാനും കരകൾ മാത്രമാണ് ഇനി എത്താനുള്ളത്. ഈ സമയത്തിനുള്ളിൽ തന്നെ വിവിധ കരകൾ, 10 കരകൾ ഇന്ന് പള്ളിയോട സദ്യയിൽ പങ്കെടുക്കുമ്പോൾ വഴിപാടുകാർ ആയി ഉള്ളപ്പോൾ ആ 10 കരകളിലെയും പ്രതിനിധികൾ ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരിക്കുന്നു. വഴിപാട് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി തന്നെ ഏതാനും കരകൾ കൂടി ഇനി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താനുണ്ട്. അതോടുകൂടി തന്നെ മുഴുവൻ സദ്യാലയങ്ങളും 20 സദ്യാലയങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ 20 സദ്യാലയങ്ങളും ആറന്മുള വള്ളസദ്യയാൽ വിശ്വപ്രസിദ്ധമായ 60-ലധികം വിഭവങ്ങൾ നിറക്കുന്ന ആ ആറന്മുള സദ്യയാൽ ഇന്ന് നിറയുകയാണ്. ഇന്ന് മുതലുള്ള ഇനിയുള്ള 56 ദിനരാത്രങ്ങൾ ആറന്മുള സദ്യയുടെ വഞ്ചിപ്പാട്ടിൻ്റെയും ഒക്കെ താളത്തിലേക്ക് ഈ ദേശം ഒന്നാകെ മാറുകയാണ്. ഇത്തവണ ദിവസം കുറവാണ്, പക്ഷേ 56 ദിവസമേ ഉള്ളുവെങ്കിലും 500-ലധികം വള്ളസദ്യകൾ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. 20 സദ്യാലയങ്ങളാണ് ഇതിനോടകം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇലയിൽ 44 വിഭവങ്ങൾ ഉണ്ടാകും. പാടി ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവം കൂടി വഴിപാടുകാർ വിളമ്പി നൽകും. അങ്ങനെ 64 വിഭവങ്ങളാണ് ആകെ ഉള്ളത്. ഓരോ വിഭവങ്ങളും പാടി ചോദിക്കുന്നു. ആ പാടി ചോദിക്കുന്ന മുഴുവൻ വിഭവങ്ങളും ഇലയിൽ ലഭ്യമാകണം എന്നുള്ളതാണ് ആറന്മുള വള്ളസദ്യയുടെ പ്രത്യേകത. ആദ്യ ദിവസം കീഴ്ച്ചേരിമേൽ, തെക്കേ മുറി, കൊടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി, പൂവത്തൂർ പടിഞ്ഞാറ്, തെക്കേ മുറി കിഴക്ക്, മേലുകര, ഇടശ്ശേരിമല, ചെറുകോൽ എന്നീ 10 പള്ളിയോടങ്ങൾക്കാണ് വള്ളസദ്യ ഉള്ളത്. ആ 10 പള്ളിയോടങ്ങളുടെയും കരക്കാരും വഴിപാടുകാർ സ്വീകരിച്ചാനയിച്ചുകൊണ്ട് ക്ഷേത്ര സന്നിധിയിലേക്ക് ഇപ്പോൾ ഏകദേശം മുഴുവൻ പള്ളിയോടക്കരകളും എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയം മുൻപ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകളും ക്ഷേത്ര സന്നിധിയിൽ പൂർത്തിയായി. ഇനിയുള്ള 56 ദിവസങ്ങൾ, സെപ്റ്റംബർ 16 വരെയുള്ള 56 ദിവസങ്ങൾ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിലേക്ക് ഈ ആറന്മുള ദേശം ഒന്നാകെ മാറുകയാണ്. ആറന്മുള ദേശത്തിൻ്റെ ആചാര അനുഷ്ഠാനപരമായിട്ടുള്ള വിശ്വാസ പാരമ്പര്യങ്ങളെല്ലാം പിന്തുടർന്നുകൊണ്ടുള്ള ആ മഹത്തായ പാരമ്പര്യത്തിനാണ് ഇനിയുള്ള ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ്. വഴിപാട് സമർപ്പിച്ചാൽ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയിൽ നിന്നുള്ള വഴിപാടുകാർ അനുവാദം വാങ്ങി സദ്യയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നേരത്തെ പൂർത്തിയാക്കി. വള്ളസദ്യ വഴിപാട് നടത്തുന്ന ആ ദിവസം, അതായത് ഇന്ന് വഴിപാട് നടത്തുന്ന ആ 10 കരകളിൽ നിന്നുള്ള പ്രതിനിധികൾ, വഴിപാടുകാർ ഓരോരുത്തരും അവരുടെ പള്ളിയോടങ്ങളെ ഇപ്പോൾ ക്ഷേത്രസന്നിധിയിലേക്ക് ആനയിച്ച് എത്തിക്കുന്ന ആ
കാഴ്ചയാണ് കാണുന്നത്. മുതാലിപ്പലിയുടെയും മുത്തുക്കുടയുടെയും വാദ്യമേളങ്ങളുടെയും ഒക്കെ സ്വീകരണത്തോടു കൂടി വള്ളക്കാർ വഞ്ചിപ്പാട്ട് വള്ളസദ്യ ആ സംഘത്തെ പള്ളിയോട സംഘങ്ങളെ ക്ഷേത്ര തിരുമുറ്റത്തേക്ക് കൊടിമര ചുവട്ടിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള നിമിഷങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ എല്ലാം ഈ സദ്യാലയങ്ങളും വള്ളസദ്യ വിളമ്പി തുടങ്ങുന്ന സമയവുമായിരിക്കും. തുഴക്കാർ വള്ളപ്പാട്ടിലൂടെ സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുമ്പോൾ, വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ ആ വിഭവങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ആ ഇലകളിൽ ആ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ആ മനോഹരമായ കാഴ്ചയ്ക്കുമായിരിക്കും ഇനി സദ്യാലയങ്ങളിൽ നിന്നും സാക്ഷ്യം വഹിക്കുക. എന്തായാലും വഞ്ചിപ്പാട്ടിൻ്റെ താളം മുഴങ്ങുകയാണ്. ആറന്മുള ക്ഷേത്ര പരിസരവും പമ്പാ നദിയുടെ തീരത്തുമെല്ലാം ആ വള്ളപ്പാട്ടിൻ്റെ ആ നാദം, വള്ളപ്പാട്ടിൻ്റെ ആ ആവേശം ഇവിടെ ഈ സന്നിധിയിൽ നിലയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോ കരകളിൽ നിന്നുള്ള പള്ളിയോടക്കരകളും എത്തുമ്പോഴും ആ വഞ്ചിപ്പാട്ടിൻ്റെ ആവേശം, വഞ്ചിപ്പാട്ടിൻ്റെ ശബ്ദം, ഈരടികൾ എല്ലാം അങ്ങനെ ഭക്തിസാന്ദ്രമായി ഇവിടെ മുഴങ്ങുകയാണ്. ഗൗതം, ആറന്മുളയിൽ വള്ളസദ്യക്ക് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പള്ളിയോടങ്ങൾ തിരുവാറുമുളയപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ ദിവസം 10 പള്ളിയോടങ്ങളാണ് ആറന്മുള ക്ഷേത്ര സന്നിധിയിൽ വള്ളസദ്യയ്ക്കായി എത്തുക. അടുത്ത മാസം 30-ാം തീയതി ഓഗസ്റ്റ് 30-നാണ് ഈ തവണത്തെ ഉത്രട്ടാതി ജലോത്സവം നടക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പമ്പാ നദിയിൽ എല്ലാ വർഷത്തെയും ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന ആറന്മുള ജലമേള. അതിനുശേഷം സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ നടക്കാൻ പോകുന്നത്. ശ്രീകൃഷ്ണൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് അഷ്ടമിരോഹിണി വള്ളസദ്യയും വളരെ വിപുലമായി എല്ലാ വർഷവും പാർത്ഥസാരഥി ക്ഷേത്രമുറ്റത്ത് നടക്കാറുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഈ വർഷത്തെ വള്ളസദ്യയുടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. മിഥുനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. മിഥുനിന്നിപ്പോൾ 10 പള്ളിയോടങ്ങൾ, അതായത് ആറന്മുള ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മല്ലപ്പുഴശ്ശേരിയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വിവിധ കരകൾ ആദ്യ ദിവസം തന്നെ പള്ളിയോടങ്ങൾ വള്ളസദ്യക്കായി എത്തുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം അല്പം ദൂരത്തുള്ള ചെറുകോൽ ഉൾപ്പെടെയുള്ള കരകളുടെ പള്ളിയോടങ്ങളും അവിടേക്ക് എത്തുന്നതായി അറിയാൻ കഴിയുന്നുണ്ട്. ഈ 10 പള്ളിയോടങ്ങൾ ഏതൊക്കെയാണ് എന്നൊരിക്കൽ കൂടി പറയാം. ഗൗതം, 10 പള്ളിയോടങ്ങൾക്കാണ് ഇന്ന് വള്ളസദ്യ ഉള്ളത്, വഴിപാട് ഉള്ളത്. ഈ 10 പള്ളിയോടങ്ങളും ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇന്ന് വഴിപാട് സദ്യ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ 10 പള്ളിയോടങ്ങൾ ഇന്ന് ഉണ്ട്. കീഴ്ച്ചേരിമൽ, തെക്കേമുറി, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി, പൂവത്തൂർ പടിഞ്ഞാറ്, തെക്കേമുറി കിഴക്ക്, മേലുകര, ഇടശ്ശേരിമല, ചെറുകോൽ എന്നിങ്ങനെ 10 പള്ളിയോടങ്ങളാണ് ഇന്നത്തെ വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ 10 പള്ളിയോടക്കരകളിൽ നിന്നുള്ള വഴിപാടുകാരും ഒപ്പം പള്ളിയോടക്കരക്കാരുമാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷേത്രം വലം വെച്ചുകൊണ്ട് ക്ഷേത്രക്കടവിൽ നിന്നും പള്ളിയോടക്കരക്കാരെ വഴിപാടുകാർ സ്വീകരിച്ചാനയിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സദ്യാലയങ്ങളും ഉണരും. സദ്യാലയങ്ങളിൽ സദ്യ വിളമ്പി തുടങ്ങും. ഇലയിൽ ആവശ്യപ്പെടുന്ന പാടി ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഇലയിൽ വിളമ്പി തുടങ്ങുന്ന ആ മനോഹര കാഴ്ചകൾക്കും സദ്യാലയങ്ങളിൽ നിന്ന് സാക്ഷ്യം വഹിക്കാൻ ആകും. 44 വിഭവങ്ങൾ, 20 വിഭവങ്ങൾ പാടി ചോദിക്കുകയാണ്. അങ്ങനെ 64 വിഭവങ്ങളാണ് ആകെ വിളമ്പുന്നത്. അങ്ങനെ പാടി ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം ഇലയിൽ ലഭ്യമാക്കണം. ഭഗവാന്റെ സാന്നിധ്യം ഈ സദ്യാലയങ്ങളിലും പള്ളിയോടക്കരകളിൽ നിന്നും പള്ളിയോടങ്ങളിൽ എത്തുമ്പോഴെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ അത്യപൂർവമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഈ ചടങ്ങിൽ പാടി ചോദിക്കുന്ന ആ വിഭവങ്ങളെല്ലാം ലഭ്യമാക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് സദ്യാലയങ്ങളിൽ നിന്ന് ഇനി സാക്ഷ്യം വഹിക്കും. വഞ്ചിപ്പാട്ടിൻ്റെ താളം ഇവിടെ മുഴങ്ങുകയാണ്. വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ മാത്രം മുഴങ്ങുകയാണ്. വഞ്ചിപ്പാട്ട് ഈണത്തിലേക്ക് ആറന്മുള ദേശം ഒന്നാകെ മാറുന്ന കാഴ്ചയാണ്, മനോഹര കാഴ്ചയാണ് ഈ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 51 കരകളും ഉണർന്നു കഴിഞ്ഞു. 51 കരകൾ, പമ്പാ നദിയുടെ തീരങ്ങൾ, ആറന്മുള ക്ഷേത്ര പരിസരവുമെല്ലാം ഇപ്പോൾ ആകെ ഒന്നായി മുഴങ്ങുന്നത് വഞ്ചിപ്പാട്ടിൻ്റെ ഈരടികൾ മാത്രമാണ്. ഓരോ കരകളിൽ നിന്നുള്ള വഴിപാടുകാരെയും ഓരോ
ഒരുപാട് ഓരോ പള്ളിയോടങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിക്കുമ്പോഴും അടുത്ത പള്ളിയോടക്കരകൾ, അടുത്ത പള്ളിയോട സംഘങ്ങളെല്ലാം കാത്തിരിക്കുകയാണ് ആചാരാനുഷ്ഠാനങ്ങളിലോടുകൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ കരകളിൽ നിന്നും 10 കരകളിൽ നിന്നുള്ള പള്ളിയോടക്കരകളെയും പള്ളിയോട സംഘത്തെയും ഒപ്പം വഴിപാടുകാരും ക്ഷേത്ര സന്നിധിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന അതിമനോഹരമായ വിശിഷ്ടമായ വിശ്വാസപൂർവമായ തനിമയുടെ ഏറ്റവും തനിമ മാറ്റുരയ്ക്കുന്ന ആ മനോഹര ദൃശ്യങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സദ്യാലയങ്ങളിലും സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. ഓരോ സദ്യാലയങ്ങളിലും പള്ളിയോടക്കരകൾ എത്തിച്ചേർന്നിരിക്കുന്ന അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഈ സദ്യ വിളമ്പുന്നതിന് മുൻപ് പൂർത്തിയാക്കിയിരിക്കുന്ന കരകളിലെല്ലാം തന്നെ ഇപ്പോൾ സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. 20 സദ്യാലയങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 10 സദ്യാലയങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും 10 സദ്യാലയങ്ങൾ മറ്റ് ഭാഗങ്ങളിലും ക്ഷേത്രത്തിന് പുറത്തുള്ള ഭാഗങ്ങളിലുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വഴിപാടുകാർ സമർപ്പിച്ചിരിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള ആ ആറന്മുള സദ്യ വിളമ്പി തുടങ്ങിയിരിക്കുന്ന ഒരു മണിക്കൂറുകൾ കൂടിയാണ് ഇത്. ഇനിയുള്ള ദിവസങ്ങൾ 56 ദിവസങ്ങൾ ആറന്മുള ദേശത്തെ സംബന്ധിച്ചിടത്തോളം അതിവിശിഷ്ടമായിട്ടുള്ള വഞ്ചിപ്പാട്ടിൻ്റെയും ആചാരപ്പെരുമയുടെയും വള്ളസദ്യയുടെയും ഒക്കെ ആ ദിവസങ്ങൾ ഏറ്റവും മനോഹരമായ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ദിവസങ്ങൾ ആയി മാറുമ്പോൾ സെപ്റ്റംബർ 16 വരെയുള്ള ആ മനോഹരമായ ആ വിശിഷ്ടമായ കാലഘട്ടം ആറന്മുള ദേശത്തെ സംബന്ധിച്ച് വാക്കുകൾക്ക് അതീതമായ ഓരോ ആറന്മുളക്കാരനും ഓരോ വഞ്ചിപ്പാട്ടിനെയും ആറന്മുളക്കരയും ഒക്കെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ഓരോ വിശ്വാസി സമൂഹത്തെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം കാത്തിരിപ്പിൻ്റേതായിരുന്നു. ഒരു വള്ളസദ്യ കാലഘട്ടത്തിന് ശേഷം അടുത്ത കാലഘട്ടത്തിന് വേണ്ടി ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കുമൊക്കെയുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ പൂർണ്ണതയാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇനിയുള്ള 56 ദിവസങ്ങൾ ഈ ദിവസങ്ങൾ സംബന്ധിച്ചിടത്തോളം ആറന്മുള ദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയുടെ കരകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാത്തിരിപ്പിൻ്റെയും ഏറ്റവും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളുടെയും ഒക്കെ മണിക്കൂറുകളാണ്. ഗൗതം. മിഥുൻ, ഒപ്പം കഴിഞ്ഞ ഈ വള്ളംകളി കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട സീസണിലൊക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ച, എല്ലാ ദിവസവും അഭൂതപൂർവമായ ഭക്തജന തിരക്ക് ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. മുൻകാലത്തൊക്കെ അവധി ദിവസങ്ങൾ ശനി ഞായർ ദിനങ്ങളിലൊക്കെയാണ് ഈ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത തിരക്കുണ്ടാകുന്നതെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ വള്ളസദ്യ തീരുന്ന ദിവസം വരെ അവിടെ നിന്ന് തിരിയാൻ പറ്റാത്ത പോലെയുള്ള ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹമായിരുന്നു ആറന്മുളയിൽ. അപ്പോൾ ഈ തവണയും അത്തരത്തിൽ വലിയ തിരക്ക് ആദ്യ ദിവസം തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം എത്രത്തോളം സജ്ജീകരണങ്ങൾ ഈ ഭക്തരെ ഉൾക്കൊള്ളാനായി അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് പള്ളിയോട സേവാ സംഘമൊക്കെ. അതായത് ആ ക്ഷേത്ര മുറ്റത്തുൾപ്പെടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വള്ളസദ്യക്കുള്ള പ്രത്യേക പന്തലുകളൊക്കെ തയ്യാറാക്കിയിരുന്നു. ഈ തവണയും അതേ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണോ സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്? യെസ്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ വള്ളസദ്യ ആരംഭിക്കും. ആദ്യ ദിവസം 10 പള്ളിയോടങ്ങൾ തുഴഞ്ഞെത്തിയിരിക്കുകയാണ് പാർത്ഥസാരഥിയുടെ സന്നിധിയിലേക്ക്. ഇന്ന് ആരംഭിക്കുന്ന വള്ളസദ്യ ഏതാണ്ട് 59 ദിവസമാണ് നീണ്ടു നിൽക്കുക. അടുത്ത മാസം 30-നാണ് വിശ്വപ്രസിദ്ധമായ ഉത്രട്ടാതി ജലോത്സവം നടക്കുന്നത്. അപ്പോൾ വലിയ ആവേശ കാഴ്ചകളാണ് ഇനിയും പൈതൃക ഗ്രാമമായ ആറന്മുളയിൽ നിന്നും എത്തുക. ആദ്യ ദിവസത്തെ വള്ളസദ്യയ്ക്ക് തുടക്കമാകുന്നു. മിഥുൻ മുരളിയാണ് വിശദാംശങ്ങളുമായി പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ചേർന്നത്.